ട്രയാങ്കിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ട്രയാങ്കിൾ തോട്ട്സ് റീഫ്രെയിം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ചിന്തകള് ഒരു അതൊന്ന് റീഫ്രെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില്? എന്താ ഒന്ന് മാറ്റിയെടുക്കുന്ന കാര്യം പറഞ്ഞു. ചിന്തകളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന കാര്യം പറഞ്ഞു. നെഗറ്റീവ് ചിന്തകളൊക്കെ പോസിറ്റീവായിട്ട് ആദ്യം 8C ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ആ ട്രയാങ്കിളിന്റെ ഇപ്പുറത്തെ കോളത്തിൽ എന്താ കണ്ടത്? ബിഹേവിയേഴ്സ്, സ്വഭാവങ്ങൾ. ആ സ്വഭാവത്തിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞാല് നമുക്ക് വെച്ചാൽ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞാല് എന്താ ഞാന് ഈ സൂമുകാർക്ക് ഒന്ന് ഐഡന്റിഫൈ ദ കോസസ് ഓഫ് സ്ട്രെസ്. ഇപ്പം സ്ട്രെസ് ഉണ്ടാകുന്നത്, മനസ്സിന്റെ സമ്മർദ്ദം ഉണ്ടാവാൻ കാരണം എന്താ? ചിലപ്പം എന്താ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാരണങ്ങളുണ്ട്, മാറ്റാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. ഇപ്പൊ ഒരാളുടെ മരണം നടന്നു, ഇപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നു. അപ്പൊ അത് മാറ്റാൻ പറ്റുന്ന കാരണമാണോ? അല്ല. അയാളെ ലാസറസിനെ പുനർജീവിപ്പിച്ചു കൊണ്ടുപോകുന്നത് പോലെ കർത്താവ് എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ചില മരണങ്ങളോ അല്ലെങ്കിൽ നമ്മളുടേതായ ചില കാര്യങ്ങളും മോഡിഫൈബിൾ അല്ലാത്ത കാര്യങ്ങളുണ്ട്, റിസ്ക് ഫാക്ടേഴ്സ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, ദൈവം അനുവദിച്ച് നമ്മളതങ്ങ് അംഗീകരിക്കുന്നു, നമ്മളതിനോടങ്ങ് അഡ്ജസ്റ്റഡ് ആയിട്ട് അതിനെ ദൈവഹിതമെന്ന് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്ന ചില കാര്യങ്ങൾ. ഈവൻ ചില രോഗാവസ്ഥകള് ശരിയാണ്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അതിലൂടെ ചിലപ്പോൾ നമ്മൾ ചില സർജറിയിലൂടെ ചിലപ്പോൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ചില വേദനയിലൂടെ ചിലപ്പോൾ ഓഫ്കോഴ്സ് വേദന അസുഖം കാര്യങ്ങളും എല്ലാം എടുക്കാൻ നല്ല കാര്യം തന്നെ. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ സ്ട്രെസ്സിന്റെ കോസ്. ഇപ്പം നമ്മളിപ്പം പരീക്ഷയ്ക്ക് ഭയങ്കര സ്ട്രെസ്, അതിന്റെ കാരണം എന്താ? തലനാട് പഠിക്കാതിരുന്നോണ്ടായിരിക്കും. അപ്പൊ അപ്പൊ ഇനിയിപ്പോ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പൊ ആ സ്ട്രെസ്സിന്റെ കോസ് കണ്ടെത്തി അത് മാറ്റുന്ന ഒരു കാര്യമാണ് ബിഹേവിയറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്വഭാവത്തിന്റെ തലത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ചില സ്വഭാവങ്ങൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? വേർഡ്, പ്രയർ, ഫെലോഷിപ്പ്, വിറ്റ്നസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ വചനം ധ്യാനിക്കുന്നു, പരിശുദ്ധാത്മ നിറയപ്പെടുന്നു, വചനം ധ്യാനിക്കുന്നു, വചനം കേൾക്കുന്നു, എന്താ പ്രയർ, എല്ലാം കർത്താവിനോട് പറയുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ഞങ്ങളൊരു സ്നേഹബന്ധത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ ഞങ്ങളിങ്ങനെ കാറ് വരുന്ന സമയത്തും ഞാൻ കർത്താവിനോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കർത്താവ് എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നവർക്കായാലും കർത്താവ് പ്രാർത്ഥിക്കും. കർത്താവ് അവിടുന്ന് എന്തുദ്ദേശത്തോടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത് അതങ്ങ് നിവർത്തിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സെന്ന് ഒത്തിരി ഫ്രീ ആവാനും പ്ലസന്റ് ആവും. എല്ലാ കാര്യത്തിലും നമ്മൾ എല്ലാം പ്രാർത്ഥനയാലും അഭയാചനയാലും എല്ലാം നിങ്ങളുടെ അപേക്ഷകൾ അറിയിക്കുക എത്രയും വേണ്ടത്. അപ്പോ എന്ത് ചെയ്യും? ദൈവത്തിന് സകല ബുദ്ധിയും കഴിയുന്ന സ്വർഗീയ സമാധാനത്താലും സകല ബുദ്ധിയും കഴിയുന്ന സമാധാനങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തുയേശുവിന്റെ കാത്തുകൊള്ളുമെന്ന് എവിടെ പറയുന്നത്? ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളാണ്. ഫിലിപ്പിയർ 4:6-7 എഴുതി വെച്ചു. അപ്പം നമ്മുടെ ഭാരങ്ങളെല്ലാം അങ്ങോട്ട് ഇടുമ്പോൾ കർത്താവിന്റെ സമാധാനം എക്സ്ചേഞ്ച് ഓഫർമാർക്ക് ദൈവം തരുന്ന കാര്യം പറഞ്ഞപ്പോൾ വേർഡ്, പ്രയർ, ഫെലോഷിപ്പ് നമ്മളുടെ കൂട്ടായ്മ. നമുക്ക് എല്ലാം ഒന്ന് തുറന്നു പറയാനൊക്കെ എല്ലാവരോടും എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓരോരുത്തർക്കും പറ്റുന്ന അളവിൽ നമുക്ക് നമ്മുടെ അപ്പനന്മാരോടായിരിക്കാം, നമ്മളുടെ സഹോദരങ്ങളോടായിരിക്കാം, ചർച്ചിലുള്ള സഹോദരങ്ങളോടായിരിക്കാം ഒക്കെ തുറന്ന് വെന്റിലേഷൻ എന്ന് പറയും, തുറന്നു പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ അടുത്താണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്താണെങ്കിൽ നമുക്ക് വെറുതെ പറയാൻ പറ്റുന്ന അളവിൽ ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ തന്നെ കുറെ അത് ഞാൻ ഇതിനാണ് അടുത്ത് വരുമ്പോൾ അതും പറയുന്നുണ്ട്, വെന്റിലേഷൻ. അപ്പൊ ആ ഒരു ഫെലോഷിപ്പ്, കൂട്ടായ്മ, നമ്മളെ പരസ്പരമുള്ള ഒരുമിച്ച് നമ്മൾ പാട്ട് പാടുന്നു, വചനം ധ്യാനിക്കുന്നു, ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ, അത് ആത്മീയമായിട്ടുള്ളൊരു ചില നല്ല സുഹൃത്ത് ബന്ധങ്ങള്, അതൊക്കെ അതൊക്കെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്. പിന്നെ വിറ്റ്നസിങ്, അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു, സുവിശേഷം പറയുന്നു, ഒരു ട്രാക്ട് വിടുന്നു, ഒരു ബൈബിൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആണ്. അപ്പൊ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ടേക്കിംഗ് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പാട്ട് പാടി ബ്രേക്ക് എടുത്തതുപോലെ ഒത്തിരി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു 50 മിനിറ്റ് പഠിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. തിരിച്ചു കേൾക്കാല്ലേ, 10 മിനിറ്റ് പഠിച്ചിട്ട് 50 മിനിറ്റ് ബ്രേക്ക് എടുക്കാനല്ല പറഞ്ഞേ. അങ്ങനെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. 50 മിനിറ്റ് പഠിച്ചാൽ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. പിന്നെ അപ്പൊ ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ചില നമ്മളൊരു ബ്രേക്ക് എടുക്കും. ചിലർ ജോലിയുടെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് വരും, ഞാൻ പറയും 2 ദിവസം ലീവ് എടുക്കും, ഞാൻ മെഡിക്കൽ ലീവ് എഴുതി തരാം. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെസ് ഒക്കെ പറയും, ഞാൻ മരുന്ന് തരാം. പക്ഷെ അവർക്ക് ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് തന്നെ സ്ട്രെസ് ഒക്കെ മാറാനൊക്കെയുള്ള. പക്ഷെ കഴിയുന്നിടത്തോളം ചിലപ്പോൾ ബ്രേക്ക് എടുക്കാൻ പറ്റാത്ത അതുപോലൊക്കെ ലീവ് എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞ ചില ബ്രേക്ക് എല്ലാം ഒന്ന്. ഇപ്പൊ ചിലരാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നാലും അവിടുത്തെ ഭാരം എല്ലാം കൂടി വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വരും. ഓഫീസിൽ ഭാരമൊക്കെ അവിടെ ഇരിക്കട്ടെ,
വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിലെ ചില നാളെ ഇത് ശരിയാണ് ഹോംവർക്ക് അസൈൻമെന്റ്, പക്ഷെ എങ്കിലും എല്ലാം ഒന്ന് ഇപ്പൊ നമുക്ക് പിള്ളേർക്ക് വെക്കേഷൻ 2 മാസം എന്താ ബ്രേക്ക്, അവരൊന്ന് ഫ്രീ ആവട്ടെ. അപ്പത്തേക്കും പറയൂ എനിക്ക് സ്കൂളിൽ പോകാൻ കൊതിയാവുന്നു. അതുവരെ സ്കൂളിൽ പോകാൻ കുറച്ച് മടിച്ചിരുന്ന പിള്ളേര് വെക്കേഷൻ ആകുമ്പോഴേക്കോ എനിക്ക് സ്കൂളിൽ പോകാൻ, എന്താ സ്കൂൾ തുറക്കുന്നത്, സ്കൂളിൽ പോകാൻ കൊതിയാവുന്നത് എന്ന് പറയും. ഒരു ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്ക് അവരൊക്കെ റിലാക്സ്ഡ് ആവുന്നു. ടേക്കിംഗ് എ ബ്രേക്ക്. പിന്നെ അക്നോളജിങ് അവർ ലിമിറ്റേഷൻ. ഞാൻ തന്നെ എല്ലാം ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ഔട്ട് ആകും. നമുക്ക് തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഭൂരിഭാഗം ആരെ ഡ്രൈവ് ചെയ്തെന്ന് വെച്ചാൽ എന്റെ വൈഫാണ്. ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് വരാൻ വേണ്ടി എന്റെ സഹധർമ്മിണി പെട്ടതുണ ശ്രീലയ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഷീ എൻജോയ്സ് ഡ്രൈവിംഗ് ഓൾസോ. ഞാനത് ഞാൻ പറയാ വെച്ചാൽ നിങ്ങൾ പെൺകുട്ടികളൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സഹായിക്കാൻ. അതുപോലെ തന്നെ ഭർത്താക്കന്മാര് ഭർത്താക്കന്മാർ പറയുമ്പോൾ പുറകിലിരിക്കുന്ന കൂടുതൽ പ്രായമുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ച് പയ്യന്മാരെ നിങ്ങൾ ഭാര്യമാരെ സഹായിക്കാം, വീട്ടിലുള്ള ചില കാര്യങ്ങൾ, പ്രായമുള്ള പല അടുക്കളയിലെ കാര്യങ്ങളോ അതുപോലെ. പിന്നെ അവിടെ അക്നോളജ് ആവും. ഞാൻ തന്നെ എല്ലാം ചെയ്താലേ പറ്റത്തുള്ളൂ വിചാരിക്കാതെ ഡെലിഗേറ്റിംഗ് ദ ടാസ്ക് ആസ് പോസിബിൾ, ഗെറ്റിംഗ് ഹെൽപ്പ്, ജോയിന്റ് എഫേർട്സ്. ഇപ്പം ഓഫീസിൽ തന്നെ ചിലർക്ക് ഭയങ്കര പെർഫെക്ഷനിസ്റ്റിക്, ഞാൻ എല്ലാം ചെയ്താലേ ശരിയാവത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്കും കൂടെ ആ ജോലികളൊക്കെ വീതിച്ചു കൊടുത്ത് മറ്റുള്ളവരുടെ സഹായം എടുക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ എടുത്ത്, അല്ലാതെ ഞാൻ തന്നെ എല്ലാം ചെയ്താലെന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമാണ്. മറ്റുള്ളവരുടെ സഹായം കിട്ടേണ്ട സമയത്ത് നമ്മൾ വാങ്ങിക്കണം. ഒരു ലീവ് ഉള്ളപ്പോൾ ലീവ് എടുക്കണം. അല്ലാതെ ഞാൻ ലീവ് ഒന്നും എടുക്കത്തില്ല എന്നുള്ളൊരു സൽപ്പേര് കിട്ടാൻ വേണ്ടി നമ്മളങ്ങ് ബേൺഡ് ഔട്ട് ആയി പോകും. ബേൺഡ് ഔട്ട് ആയി പോകുന്ന പറഞ്ഞാൽ എന്താ, അങ്ങ് ഈ ദോശയൊക്കെ കരിഞ്ഞു പോകത്തില്ലേ ഒത്തിരി നേരം ഇതിനകത്ത് വെച്ച എന്ന് പറഞ്ഞതുപോലെ, ബേൺഡ് ഔട്ട് ആയി പറയാൻ നമ്മൾ ഒത്തിരി നേരം ആ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ക്ഷീണിച്ച് പരവശനായി പിന്നെ ഒന്നിനും കൊള്ളാതായി പോകും, പിന്നെ അങ്ങ് കിടപ്പിലാവും. അപ്പൊ അതുകൊണ്ട് അക്നോളജിങ് ലിമിറ്റേഷൻസ്. അടുത്ത എന്താ, ഹോബീസ് എന്തെങ്കിലുമൊക്കെ. ലിസണിങ് ടു ഗുഡ്, ഇപ്പൊ മ്യൂസിക്കിനായാലും നമ്മളിപ്പോ പാട്ട് പാടി ഞാൻ പറഞ്ഞല്ലേ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്നലെ ഞാൻ മുമ്പേ പറഞ്ഞ സഹോദരിയെ കൺസിഡർ ചെയ്തപ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഞാൻ നല്ല പാട്ടൊക്കെ കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു പാട്ടുണ്ട്, ഞാൻ യേശുദാസ് പറഞ്ഞു എന്റെ യേശുദായിട്ടുള്ള പാട്ട് അയച്ചു കൊടുത്തു. എനിക്ക് നല്ല പാട്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഒക്കെ വല്ലാതെ ഒരു പാട്ട് കേൾക്കുന്നു, ഒരു ബുക്ക് വായിക്കുന്നു, നടന്നിട്ട് വരുന്നു, ഒരു എക്സസൈസ്, ഗാർഡനിങ്, എംബ്രോയിഡറി, ഡ്രോയിങ്, നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ള നല്ല ചില ഹോബീസും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ്. ശരിയാണ്, നമ്മൾ ആത്മീയമായിട്ട് എപ്പോഴും ഭജനവും പ്രാർത്ഥനയും മാത്രമേ ആയാലേ എനിക്ക് സ്ട്രെസ് മാത്രമല്ല, നമ്മളെ മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹോബീസ് ഒക്കെ ഉള്ളത്, നല്ല നല്ല വിനോദങ്ങൾ. പിന്നെ ഗുഡ് ഫ്രണ്ട്സ്, ഗൈഡ്, മെന്റ്, നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങള്, നല്ല എല്ലാം മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മളിന്ന് വഴി നടത്താനൊക്കെ നമ്മുടെ ചർച്ച ചെയ്ത അങ്കിൾമാരോ അഞ്ചുമാരോ ആയിരിക്കാം. സെയിം ജെൻഡറിലുള്ളവർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കെല്ലാം യുനോ ചർച്ചയുടെ ഒരു വിഷയം സാറിനോടായിരിക്കും, അല്ലെങ്കിൽ സഹോദരിമാർക്ക് ചിലപ്പോൾ ഡിവിസി കാണുമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ മിച്ചറായിട്ടുള്ള സഹോദരിമാർ കാണുമായിരിക്കും. നിങ്ങൾക്ക് എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആന്റിമാർ, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അതുപോലെ ഒരു ആന്റിമാരോ ആരെങ്കിലും അതുപോലെ ഒരു ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോട് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ അവരോടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറോടായിരിക്കും, നല്ലൊരു പാസ്റ്ററോടോ എൽഡറോടോ ഒക്കെ ആയിരിക്കാം. നമുക്ക് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ അത് ചൂഷണം ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഥകൾ എല്ലായിടത്തും പറഞ്ഞു പാടി നടക്കത്തില്ല, പരദൂഷണം പറയത്തില്ല, അങ്ങനെയൊക്കെ വിശ്വാസമുള്ള എല്ലാവരും ഇതെല്ലാം പറയരുത്. അങ്ങനെയൊക്കെ ഉള്ളവരോട് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. കീപ്പിംഗ് അവർ മൈൻഡ്സ് എൻഗേജ് പ്രൊഡക്റ്റീവ്ലി. ഐഡിൽ മൈൻഡ്സ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. മടിയന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുര. കേട്ടിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ആവശ്യമുള്ള ചിന്തകൾ അകത്തേക്ക് വരുന്നു. ഇപ്പൊ എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു 7 മണിക്കൂർ നല്ല ഉറങ്ങുന്നു, ബാക്കിയുള്ള സമയത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ നമ്മുടെ ജോലിയും പഠിത്തവും ഒക്കെ ഉള്ളവര് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വീട്ടിലെ ജോലികളൊക്കെ വരുന്ന ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ കണക്കുള്ള ഒരു ഹോബീസ് ആയിരിക്കാം. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറുതെ ഈ മൊബൈൽ തോണ്ടിക്കൊണ്ട് വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സമയം വേസ്റ്റ് ആവുന്ന രീതിയിലോട്ട് പോകരുത്. എന്നാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചില നമ്മുടെ ദേശത്തെ കൊണ്ട് പ്രാർത്ഥിക്കാം, നമ്മുടെ ചർച്ചിലെ പലരോട്ട് പ്രാർത്ഥിക്കാം, ചിലരെ വിളിച്ചൊന്ന് എൻകറേജ് ചെയ്യാം. മോനെ എന്തൊക്കെയുണ്ട് വിശേഷം, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ചില പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫലപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വ്യാപൃതമായിട്ട് വെക്കുന്നു. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെ വെന്റിലേറ്റ് ഡയറി വെച്ചാൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നവരോട് വെന്റിലേഷൻ. നമ്മുടെ ഈ ഉള്ളിൽ വെന്റിലേഷൻ കണ്ടില്ലേ, എന്താ വായു സഞ്ചാരം ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്ക് മനസ്സിന്റെ ഒരു വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രാഥമികമായിട്ട് കർത്താവിലേക്ക് പറയണം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരാണെന്ന് നമുക്കൊരു എല്ലാം കൂട്ടായ്മയിൽ നമ്മുടെ ചിലപ്പോൾ ഭാര്യയോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം,
അപ്പനമ്മമാരോടായിരിക്കും, മുതിർന്ന സഹോദരങ്ങളോടൊക്കെ തുറന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരിക്കും. ഡയറിയിൽ നിന്ന് ഭയങ്കര സീക്രട്ട് ഒക്കെ എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും ഡയറി ഇട്ടിട്ട് പോകരുത്, എനിക്ക് എടുത്ത് വായിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഡയറി എഴുതുന്ന ശീലമൊക്കെ നല്ലത് തന്നെ. ഓരോന്നൊക്കെ ഇപ്പം പലരും ഡിജിറ്റൽ ഡയറി, മൊബൈലിൽ തന്നെ ഡയറി ആയിട്ടൊക്കെ എഴുതാം, അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുന്ന ചിലർക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങണം? 8 മണിക്കൂർ ഉറങ്ങുന്നത് നല്ലതാണ്. 8 മണിക്കൂർ, 7 മണിക്കൂർ കുറയാതെ 8 മണിക്കൂർ നന്നായിട്ടൊക്കെ ഉറങ്ങുവാണെങ്കിൽ അത്രയും നല്ലതാണ്. പലപ്പോഴും ഉറക്കമൊന്നും ഇല്ലാത്തതാണ് പലരുടെ സ്ട്രെസ്സിന്റെ കാരണം. ഉറക്കം വരുന്നില്ല, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും ചെറിയ മരുന്നൊക്കെ കുറച്ച് നാളത്തേക്ക് തന്നിട്ട് അതൊക്കെ ശരിയാക്കുന്ന രീതിയിലൊക്കെയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ഉറക്കക്കുറവും ഒക്കെ, ഉറക്കം ഒക്കെ വരുമ്പോൾ നമ്മുടെ സൈറ്റോകൈൻ റെഗുലേഷൻ ഒക്കെ ഉണ്ടാകും. ഞാൻ കൂടുതൽ വലിയ വലിയ ടേംസോടൊന്നും പോകുന്നില്ല. സയന്റിഫിക് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ, ചില ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രതിപ്രവർത്തനങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റഡ് ആവാനൊക്കെ ഉറക്കമൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ എന്താ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ, നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസ് കൂടും. സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അതായത് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചില നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ട്, എസ്പെഷ്യലി കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ കൂടും. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, ചത്താൽ ഞാൻ മിണ്ടത്തില്ല, അമ്പട ഞാനേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ക്ഷമിക്കാ മറ്റേയാള് ഒരു കുഴപ്പമില്ലായിരിക്കും, അയാള് കൂടാതെ നടക്കും. നമ്മൾ ക്ഷമിക്കാതെ നമ്മളാ ഉറക്കമില്ലാതെ എന്താ പറഞ്ഞ ടെൻഷൻ അടിച്ച് ആരുടെ കഴുത്തേനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല, ശ്വാസം വിടാനും പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനായിട്ട്. പക്ഷെ എനിക്കിപ്പോ തന്നെ ഓർമ്മയുണ്ട്, ഒരു 60 വയസ്സുള്ള ഒരു ലേഡി, ഒരു സഹോദരി, സഹോദരി തന്നെ അവിശ്വാസിയായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ മരുമോളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഭയങ്കര ലക്ഷ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് കൺസൾട്ടേഷൻ വന്നാൽ 1-2 ആഴ്ച മുമ്പ് ഒത്തിരി ഞാൻ കഥകളൊക്കെ പറയാൻ തുടങ്ങി ഇവിടെ നിൽക്കത്തില്ല. അതുകൊണ്ട് അതുപോലെയൊക്കെ പലപ്പോഴും ആ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഭയങ്കര സമ്മർദ്ദവും കാര്യങ്ങളും, പിന്നെ അവർക്ക് ഉറക്കമില്ല, ടെൻഷൻ, പ്രാണം ഭയങ്കര, ശരീരമെല്ലാം ക്ഷീണിച്ചു വരുന്നു, ഒന്നിനും തളർച്ച, ക്ഷീണം, അങ്ങനെയൊക്കെ. അപ്പൊ ക്ഷമിക്കുക എന്നുവെച്ചാൽ കർത്താവ് നമ്മളോട് എന്തെല്ലാം ക്ഷമിച്ചു. കർത്താവ് എന്താ എന്തെല്ലാം നമ്മള് പാപങ്ങള് കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കും. നിങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് forgive us as we have forgiven our debtors. മറ്റുള്ളവരുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നാണ് നമ്മള് ലോർഡ്സ് പ്രയർ, കർത്താവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത്. മത്തായി 10:12-13 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ലെന്ന് എന്റെ തൊട്ട് താഴെ മത്തായി 6:12-13 ഇപ്പൊ ഞാൻ പറഞ്ഞ്, എന്റെ തൊട്ട് താഴെ 14-15 നമ്മൾ വായിക്കുന്നത്, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല, നമ്മൾ ക്ഷമിച്ച ദൈവം പിതാവ് നമ്മളോട് ക്ഷമിക്കും. അവിടെ മത്തായി 6:14-15, 11-12-13-14-15 ആ പോർഷൻ നമ്മളത് വായിച്ച ആ വാക്യങ്ങളുണ്ട്. ഫൊർഗീവ്. പിന്നെന്താ പറയുന്നത്? അപ്രീഷിയേറ്റ്, ഹെൽപ്പ്, ചാരിറ്റി. മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കും, ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ബോഡിയിൽ ചില സെറട്ടോണിൻ, ചില ഹാപ്പി ഹോർമോൺസിൽ ഒന്നാണ് സെറട്ടോണിൻ. ഞാന് കഴിഞ്ഞ സെറട്ടോണിൻ ഉണ്ടാവും എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഹാപ്പി ഹോർമോൺസ് 4 സാധാരണ പറയുന്നത്, അതിൽ 3 ഇതിനകത്തുണ്ട്: സെറട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ. അടുത്ത എൻഡോർഫിനും കൂടെ വരും. അപ്പം ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല ചില ഹോർമോൺസിൽ ഒന്നാണ് സെറട്ടോണിൻ. എന്ന് പറഞ്ഞാൽ അത് പല നല്ല പ്രവർത്തികൾ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉത്പാദിക്കപ്പെടും. ഫോർ എക്സാമ്പിൾ, അപ്രീഷിയേറ്റ്, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നു. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ബർത്ത്ഡേയിൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു, ഒരാൾക്കൊരു നന്ദി പറയുന്നു, ചില സ്നേഹബന്ധങ്ങള് മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പൊ അതിലൊക്കെ കുറേയൊക്കെ സെറട്ടോണിൻ റിലീസ് ഉണ്ടാവുന്ന ശാസ്ത്രീയമായിട്ട് പറയുന്നത്. ശരി, അത് നമ്മൾ മറ്റുള്ളവരെ അതൊക്കെ ചെയ്യണം. ആത്മീയമായിട്ട് തന്നെ ഏറ്റവും നല്ല കാര്യം ആയതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം പോലെ നമ്മൾ ചെയ്യണം. എന്നാൽ ശാസ്ത്രീയമായിട്ടും അത് നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. മറ്റുള്ള ഇപ്പൊ നമ്മള് യുവാക്കളായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ചില ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന വലിയ സഹായം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഉത്സാഹത്തിന്റെ ഒരു വാക്കായിരിക്കും, ഒരു എൻകറേജ്മെന്റ്, ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കും. അപ്പൊ അത് മറ്റേയാൾക്കും അതൊരു സന്തോഷമായിരിക്കും. നമുക്ക് നമ്മളുടെ വാക്കുകൊണ്ട് വേറൊരാൾക്ക് ഒരു ഉപകാരം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം, സെറട്ടോണിൻ റിലീസ് ഉണ്ടായി. പിന്നെ ഡോപ്പമിൻ കണ്ടോ, ഡോപ്പമിൻ പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ഡോപ്പമിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ ഇന്ന് ഈ മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ യുവാക്കളൊക്കെ അടിമപ്പെടുന്നതിന്റെ കാരണം എന്താ? അവർക്ക് സന്തോഷം വേണം. അപ്പൊ സന്തോഷം വേണമെന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് പോകും?
ലഹരിയുടെ പിന്നാലെ പോകുമ്പോൾ ഉള്ള സന്തോഷം കൂടെ പോകും എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്ന് വെച്ചാല് ലഹരി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഡോപ്പമിൻ സ്പൈക്ക് അങ്ങ് ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. എന്ന് പറഞ്ഞാല് ഒരു റിമോട്ട് പാത്വേ ഒക്കെ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഞാനതൊക്കെ ഇതിനകത്ത് സ്ലൈഡ് ഇപ്പൊ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ. ആ സ്ലൈഡിന്റെ ആ ഒരു ഇതൊന്ന് കാണിക്കുകയാണെങ്കിൽ റിമോട്ട് പാത്വേ. പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇതിന് ഈ പ്രസന്റേഷൻ അത് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, സോറി. അത് വേറൊരു പ്രസന്റേഷൻ അത് പക്ഷെ കുഴപ്പമില്ല. ഞാൻ റിമോട്ട് പാത്വേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ അത് നിങ്ങൾക്ക് ഒരു ബ്രെയിനിന്റെ ക്രോസ് സെക്ഷൻ കാണാനൊക്കെ സാരമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു. അപ്പം നമ്മുടെ ബ്രെയിനിലെ ഞാൻ കഴിച്ചപ്പെട്ട ചില വാക്കുകളൊക്കെ പറയണമെങ്കിൽ ന്യൂക്ലിയസ് അക്യുപ്പൻസ്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ സർക്യൂട്ട് നമ്മുടെ ബ്രെയിനിലുണ്ട്. ചിലപ്പം ഈ ലഹരി പദാർത്ഥങ്ങള് മദ്യവും പുകവലിയും കഞ്ചാവ്, MDMA ഇൻഡസ്ട്രി. കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സുള്ള ഇന്നലെ 21 വയസ്സേ ഉള്ളൂ. എന്താ പക്ഷെ കഞ്ചാവും ഈ മെത്ത് അതുപോലൊക്കെ അതിലേക്ക് അടിമയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് പിന്നെ വല്ലാത്തൊരു ഡിപ്രഷനിലൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതായിരുന്നു. അതുപോലെ കുറച്ച് നാൾ മുമ്പ് ഒരു ചെന്നൈക്കാരനായിട്ട് ഒരു പയ്യനെ കുറിച്ച്, ചെന്നൈയിൽ നിന്ന് വന്ന ഒരു മലയാളി പയ്യനെ കുറിച്ച്, ചെന്നൈയിൽ പഠിക്കാൻ വിട്ടതാണ് മാതാപിതാക്കൾ. പക്ഷെ അവിടെ ചെന്നൈ ഇതുപോലൊക്കെ ഉള്ളതെല്ലാം ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഉറക്കമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളൊക്കെ വന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഡോപാമൈൻ റിലീസ് ഉണ്ടാകും, ഭയങ്കര സന്തോഷം പോലെയൊക്കെ തോന്നും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഉള്ള സന്തോഷം കൂടെ പോകും. എന്ന് വെച്ചാൽ ഇത് ഇല്ലാത്തപ്പം പിന്നെ അവർക്ക് ഒന്നൊരു ശൂന്യത, അപ്പൊ പിന്നെ ഉപയോഗിക്കണം എന്നൊരു താല്പര്യം. അപ്പൊ ഈ എന്താ പറയുക, ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, അപ്പം വീണ്ടും ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നത് പോലെ. അതുപോലെ അല്ലെങ്കിൽ ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാർക്ക് മദ്യം കഴിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടുന്നു, ഇപ്പൊ പിന്നെ അത്രയും കഴിക്കണം, പിന്നെ അത് കഴിച്ചാലും അവർക്ക് പോലെ. ഇപ്പൊ ആദ്യം 90 ml കഴിച്ചിട്ട് കിക്ക് കിട്ടുന്ന ആൾക്ക് പിന്നെ 180 മിനിറ്റ് കഴിച്ചാലും കിക്ക് കിട്ടുന്നില്ല, പിന്നെ അത് കൂടുതൽ കഴിക്കുന്നു, പിന്നെ കൂടുതൽ കഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഇതുപോലെ അളവ് കൂടി കൂടി പിന്നെ അവർക്ക് അതില്ലാതെ നിൽക്കുന്നു. ചിലർ ഉറക്ക ഗുളികയിലായിരിക്കും, ചിലർ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഗൈഡൻസും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഗുളികൾ എടുത്ത് കഴിക്കുന്നവർ കാണും. പിന്നെ ഇതുപോലൊക്കെയുള്ള പല മയക്കുമരുന്നുകളും കാര്യങ്ങളും ഒക്കെ ചെല്ലുന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് പോകും. പക്ഷെ അവർക്ക് പിന്നെ വേറെ യാതൊന്നിനും സന്തോഷമില്ല. അപ്പാടെ ഉള്ള സന്തോഷം ഇതിന് മാത്രം. പിന്നെ ഇതിനും സന്തോഷം കിട്ടുന്നില്ല, അതിനിപ്പോ കൂടുതൽ അളവ് ഉപയോഗിക്കണം, കൂടുതൽ അളവ് ഉപയോഗിക്കണം. അപ്പൊ അതിനെ തക്കാനും മുട്ടിക്കാനൊക്കെ പോകും ഇതിന്റെ കാശിന് വേണ്ടി. അത് കഴിഞ്ഞ് പിന്നെ ആകപ്പാടെ കുളമാവും, അവരുടെ ജീവിതം തന്നെ കുടിച്ചോറാവുന്ന തരത്തിലോട്ട് പോകും. അപ്പൊ അവർക്ക് സന്തോഷം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഈ സോപ്പ് കുമ്പളൊക്കെ പിന്നാലെ പോകുന്നുണ്ട്. സോപ്പ് കുമ്പള പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് പൊട്ടിപ്പോന്ന് പറയുന്നത് സന്തോഷം എന്ന് പറഞ്ഞ് പോകും. ഓ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കടാ, നീ ആണാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നൊക്കെ പറയും. പക്ഷെ ഈ ഉള്ളവന്റെ ആണത്തം എല്ലാം പോയിട്ട് അവന് ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ഞാൻ ആണത്ത് പോകുന്നു പറഞ്ഞാല് കുറെ കഴിയുമ്പോൾ ഈ സെക്ഷനായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ വരും. ഈ ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ആണാണെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്യുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ശരീരം തന്നെ ഓരോരോ അവയവങ്ങളായിട്ട് അടിച്ചടിച്ച് പോകും. ഞാൻ വെറുതെ പറയുന്നില്ല, ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് അപ്പൊ ഈ ഡോപ്പമിൻ ഇങ്ങനെ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിന്റെ പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല, ദൈവം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. പക്ഷേ അത് ആരോഗ്യകരമായിട്ട് റിലീസ് ചെയ്യുന്ന ദൈവം ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ചില കാര്യങ്ങൾ ഇപ്പം ദൈവം നമുക്ക് ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പൊ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണ തരും, നമുക്ക് ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ വചനം വായിക്കണം. ദൈവത്തിന്റെ ആ ഒരു പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണതയുണ്ടെന്ന് ഇവിടെ വായിക്കുന്നേ. സങ്കീർത്തനം 16:11, 16-ാം സങ്കീർത്തനത്തിന് അവസാനത്തെ വാക്യം, ഇൻ യോർ പ്രസൻസ് ഇസ് ഫുൾനെസ് ഓഫ് ജോയ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സന്തോഷമുള്ളവരുടെ എവിടാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സന്നിധിയാണ്. അപ്പൊ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ വരുന്ന കോണ്ടെക്സ്റ്റില് എന്റെ പേരൻസ് ഇപ്പോഴും ഹിന്ദു വിശ്വാസം തന്നെ അവർ. പക്ഷെ നമ്മുടെ ബുക്സ് ഒക്കെ വായിക്കാനും നമ്മുടെ മീറ്റിങ്ങിനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു റിസപ്റ്റീവ്നെസ് വന്നിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ആദ്യം ഭയങ്കര എതിർപ്പൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ യുദ്ധമൊക്കെ ചെയ്ത് എവിടെ സുരക്ഷിതമായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ എന്തൊക്കെയല്ല വൈഫിനോട് ചോദിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ കാര്യം വരുന്ന സമയത്ത് നമുക്കിനി പറയാം സുരക്ഷിതമായിട്ട് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാല് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കൂട്ടായ്മയിലോട്ട് പറഞ്ഞാൽ മതി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു പറയുമായിരുന്നു. ഞാൻ പറഞ്ഞ വെച്ചാല് യഥാർത്ഥത്തിൽ സന്തോഷത്തിന് പൂർണ്ണത അതൊരു ഭംഗിവാക്കായിട്ട് പറയുന്നില്ല, എന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ സന്തോഷം നമ്മളെ സൃഷ്ടിച്ചതിന്റെ സ്രഷ്ടാവിന്റെ സന്നിധിയില് ആ തിരുമാർവോട് ചാരിയിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും സ്നേഹത്തിന്റെ പൂർണ്ണതയും വേറെ എവിടെയും നമുക്ക് കിട്ടത്തില്ല.
അവിടെ ഏറ്റവും മാക്സിമം ഡോപമൈൻ റിലീസ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ കർത്താവ് എന്റെ ഇഷ്ടം പോലല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവ് അതല്ലേ പറഞ്ഞേ, എന്റെ ഇഷ്ടം പോലല്ല പിതാവിന്റെ ഇഷ്ടം പോലെ എത്രയുന്ന മത്തായി 26:39 മത്തായി 26:39 ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ച അതാ. അത് കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ ആയിരുന്നു. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ലേ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്ര വന്നിരിക്കുന്നത് എവിടെ? യോഹന്നാൻ 6:38 യോഹന്നാൻ 6:38 അതാ കർത്താവ് പറയുന്നത്, എന്റെ ഇഷ്ടം ചെയ്യാനല്ല. ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിലും ഈ ഡോപമൈൻ റിലീസ് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഓരോ കാര്യത്തിലും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തി കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ നിറയുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷവും സമാധാനവും അത് ഇങ്ങനെ. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ടുന്ന ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ റിലീസ് ആയിക്കോളും. ഒരു ലഹരി പദാർത്ഥത്തിനോ ഒരു അഡിക്ഷൻസിനോ, ചിലരാണെങ്കിൽ പോണോഗ്രഫി, അശ്ലീല ചിത്രങ്ങള്, പിന്നെന്താ അതുപോലെയൊക്കെയുള്ള മൊബൈൽ അഡിക്ഷൻ, പിന്നെന്താ വീഡിയോ ഗെയിം അഡിക്ഷൻ, അതുപോലെയൊക്കെയുള്ള പല പല ഇന്റർനെറ്റ് അഡിക്ഷൻ, ഒന്നും വേണ്ട എല്ലാ അഡിക്ഷൻ ആയിരുന്നു. ഫുഡ് അഡിക്ഷൻ, എക്സസൈസ് അഡിക്ഷൻ, എല്ലാം അമിതമായ അമൃത വിഷം പറഞ്ഞതുപോലെ ഇങ്ങനെ പലതും ഒന്ന് ബിഹേവിയറൽ അഡിക്ഷൻസിലോട്ടൊക്കെ ഒന്ന് പോവുക. ചിലർക്ക് ഗെയിമിങ് അഡിക്ഷൻ, ചിലർക്ക് ബൈയിങ് അഡിക്ഷൻ, എല്ലാം വാങ്ങി കൂട്ടാണ് ചിലർക്ക്, ചിലർക്കാണെങ്കിൽ ഗാംബ്ലിങ്, ചൂടുകളെയും, ചിലർക്ക് ഇതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള പല നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരോട് മാത്രമേ അഡിക്റ്റഡ് ആവാം, അഡിക്റ്റഡ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാമെങ്കിൽ ആരോട് മാത്രമേ അഡിക്റ്റഡ് ആവാവുള്ളൂ യേശുവിന്റെ ഐ ഷുഡ് ബി മാസ്റ്റേഡ് ബൈ ഓൺലി വൺ, ദാറ്റ് ഈസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനോട് മാത്രമേ ഞാൻ അടിമപ്പെടേണ്ടതായിട്ടുള്ളൂ. കർത്താവ് എന്റെ യജമാനൻ, ഹീസ് മൈ ലോർഡ്, കർത്താവ് എന്റെ കർത്താവ്, കർത്തൃത്വം നടത്തുന്നത്. ബാക്കി നമ്മളിൽ കർത്തൃത്വം നടത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പാപ സ്വഭാവങ്ങളോ, ചിലപ്പോൾ സ്വയം ഭോഗമോ, അശ്ലീല ചിത്രങ്ങളോ, അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഈ LGBTQ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടുണ്ടായിരിക്കും. അതിന്റെയൊക്കെ പല അതിപ്രസരങ്ങളൊക്കെ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാല് എന്താ സ്വർഗരതി, ആണുങ്ങൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടൊക്കെ ഉള്ള അത് അവര് ഇന്ന് ലോകത്തിന്റെ ഭാഷയില് ശാസ്ത്രീയമായിട്ടൊക്കെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തില് അത് വചനത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യമാണ്, വചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളെല്ലാവരും വായിക്കുന്ന ബൈബിളില് റോമർ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 5 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാം. റോമർ 1-ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. 1 Corinthians 6:9 വായിച്ചാൽ അറിയാം. പിന്നെ സോദോം ഗൊമോറയുടെ എക്സാമ്പിളും ലേവ്യ പുസ്തകത്തിലുള്ള കൽപ്പനകളും ഒക്കെ, ലേവ്യർ 18-ാം അധ്യായത്തിലുള്ള കൽപ്പനകളും കാര്യങ്ങളൊക്കെ. ഈവൻ ക്രോസ് ഡ്രസ്സിങ്, ആണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രം ധരിക്കണം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ വസ്ത്രം ധരിക്കണം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 22-ന്റെ 5-ാമത്തെ വാക്യം എന്നാണ് എന്റെ ഓർമ്മ. 5-ആണോ 6-ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കും. ബെരോവക്കാരല്ലേ നിങ്ങള്? അതായത് ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 22-ന്റെ 5-ആണെന്ന് എന്റെ ഓർമ്മ. അതായത് സ്ത്രീകളുടെ പുസ്തകം 22-ന്റെ, എനിക്കൊന്നെ മൊബൈൽ ബൈബിളിൽ പെട്ടെന്ന് നോക്കിയെന്ന് പറയാം. അതെ 5 തന്നെ. വുമൻ ഷാൽ നോട്ട് ബി എ മാൻസ് ക്ലോത്തിങ്. അപ്പൊ അതായത് ക്രോസ് ഡ്രസ്സിംഗ് പോലും വചനത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങളാണ്. അത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പഴയ നിയമത്തിലെ ആത്മീയ പ്രമാണങ്ങളൊക്കെ നമുക്ക് ഇന്ന് ആപ്ലിക്കബിൾ ആണ്. അന്നത്തെ അവരുടെ എന്താ പറയുക സെറമോണിയൽ ലോസ് ഒക്കെ കർത്താവിൽ ഫുൾഫിൽഡ് ആയി. അവരുടെ ചടങ്ങുകളും അവരുടെ യാഗങ്ങളും ഒക്കെ യേശുവിലും പുതിയ ഉടമ്പടിയിൽ അത് ആത്മീയ അർത്ഥത്തിൽ ഫുൾഫിൽഡ് ആയി എന്ന ചില മോറൽ പ്രിൻസിപ്പിൾസ്, സന്മാർഗമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളതൊക്കെ അത് ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ. അപ്പം എന്നാൽ അതിന്റെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾസോ അതുപോലൊക്കെ ഉള്ള, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കോ കൂട്ടുകാരത്തികൾക്കോ ആയിരിക്കാം ഉള്ള കാര്യങ്ങൾ, പക്ഷെ അവർക്ക് അറിയുന്നെങ്കിൽ വെളിയിൽ വരണം എന്നൊക്കെ ഉള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ്, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. സോ ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ, ട്രാൻസ്ജെൻഡർ ആയിട്ട് ആരെയും സൃഷ്ടിച്ചിട്ടില്ല. അവരായിട്ടത് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. ചിലത് ജന്മന, പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്, ജന്മന അവരങ്ങനല്ലേ എന്നൊക്കെ. ജന്മന എന്തെങ്കിലും ലൈംഗിക അവയവങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തതയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് മെഡിക്കൽ ടീം തന്നെ, ഡോക്ടർമാർ തന്നെ അവരുടെ ജനറ്റിക് മേക്കപ്പ് പരിശോധിച്ച് ആണായിട്ട് വളർത്തണോ പെണ്ണായിട്ട് വളർത്തണോ എന്നുള്ള കാര്യമൊക്കെ അപ്പനമ്മമാർക്ക് അത് കാര്യങ്ങൾ കൊടുക്കുക. അതൊരു മെഡിക്കൽ രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സമൂഹം, നമ്മൾ അവരെ ആരും വെറുക്കാനല്ല, അവരെല്ലാം നമ്മൾ സ്നേഹിക്കണം. അവരോട് നമുക്ക് മനസ്സിലേ ഉള്ളൂ, കമ്പാഷനേ ഉള്ളൂ. പക്ഷെ എങ്കിൽ നമുക്ക് അവരോട് എഗ്രി ചെയ്യാനൊക്കത്തില്ല. വചനത്തിന്റെ ബേസിസിൽ നമുക്ക് അവരോട് യോജിക്കാനൊക്കത്തില്ല.
ഇപ്പം ഒരാൾ മദ്യപിക്കുന്നു, മദ്യപാനിയോട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാൽ മദ്യപാനത്തോട് നമുക്ക് യോജിക്കാൻ പറ്റൂ ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ അവരാരെയും താഴ്ത്തി കാണുകയില്ല. അവർക്ക് യോ അവർ മാത്രം അവർ പാപികൾ, ഞാൻ വലിയ വിശുദ്ധനല്ല, നമ്മളെല്ലാവരും പാപികളാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായിട്ട് തീർന്നു. ഒമ്പത് 3:23. എന്നാൽ നമുക്ക് അതിനോട് യോജിക്കാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷനോ അതും ശരി ഇതും ശരി, അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കളയുന്ന പല ആൾക്കാരൊക്കെ ഇന്ന് വിശ്വാസ ലോകത്തിൽ തന്നെ പലരും ഉണ്ട്. കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് യുനോ അതൊക്കെ നോർമലാ, അത് നോർമൽ, ഇത് നോർമലാ. പക്ഷെ നമ്മുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് കോഴ്സ് സൈക്കാട്രി എന്നുള്ള ആ ഒരു ശാസ്ത്രീയ ശാഖയിൽ അവർ വേറെ രീതിയിലൊക്കെ അത് പറയുന്നത്. എന്നാൽ ഞാൻ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള സിൻസി വെല്ലൂരി എന്നുള്ള സൈക്കാട്രിസ്റ്റിൽ ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നമുക്ക് വചനപ്രകാരം ഉള്ള കാര്യങ്ങളല്ല എന്നുള്ള കാര്യമാണ്. അത് ശാസ്ത്രീയ ലോകത്ത് അത് അതിൻ്റെതായ പല തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പല രീതിയിലൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും അതിന്റെ കോൺട്രവേഴ്സിയിലൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഡോപ്പമിൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ഇഷ്ടത്തെ അങ്ങനെ പല അഡിക്ഷൻസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പല ക്വസ്റ്റ്യൻസ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തീർക്കാൻ പോവുക ഉടനെ തന്നെ. 1:30 ആയിക്കൊണ്ടിരിക്കുന്നു. ഘടികാലത്തിൽ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഓക്കെ. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ആ പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ റിലീസ് ആരോഗ്യകരമായിട്ട് റിലീസ് ആണെന്ന് വെച്ചാൽ നമ്മൾ പ്രായമായിട്ട് പറയുവാണെങ്കിൽ ഓരോ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ കത്താവ് എന്ത് ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം പറഞ്ഞു പറഞ്ഞ് നമ്മളെ താഴ്ച ഒരു കൊച്ചുവിനെ പോലെ തന്നെ സമർപ്പിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമുക്ക് വേണ്ടുന്ന എല്ലാ ഡോപ്പമിൻ റിലീസ് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ പിന്നെ ഒരു എക്സാമ്പിൾ ടൈം ഷെഡ്യൂൾ ഷോർട്ട് ടാർഗറ്റ്സ് ഓരോ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഒരു ദിവസം ചിലർ പറയും എനിക്ക് ഒന്നിനും ഒരു ഫോക്കസ് ഇല്ല, ഒരു ലക്ഷ്യബോധം ഇല്ല. എനിക്കൊന്ന് അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ലക്ഷ്യബോധം ഇല്ല എങ്ങാണ്ട് അല്ലേ? ആ എന്താ പ്രൊക്രാസ്റ്റിനേഷൻ. അതെ അതെ അതെ. രണ്ടാമത്തെ ചോദ്യം അതാ, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് മാറ്റിവെക്കൽ. പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് എ തീഫ് ഓഫ് ടൈം എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാല് നമ്മള് നാളെ ചെയ്യാം, നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നാളെ നീളെ ലോട്ടറിക്കാരുടെ കാര്യം പറഞ്ഞു നാളെ എന്ന് പറഞ്ഞു. പക്ഷെ പല കാര്യത്തിലും ഒരു ടൈം ഷെഡ്യൂൾ. അപ്പം ഇന്നൊരു ദിവസമുണ്ട്, ശരിയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിപ്പോ ഇവിടുന്ന് നമ്മൾ വൈകിട്ട് വരെ നമ്മൾ ഉപയോഗിച്ചായിരിക്കും. അതിനുശേഷമുള്ള ടൈം നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഓരോ ദിവസത്തിനെ കുറിച്ചൊരു ഒരു ഒരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാല് ആറ്റിൽ കളയുക എങ്കിൽ പോലും അളന്ന് കളഞ്ഞു ഇതില്ലാത്തൊരു അളവുള്ളത് നല്ലതാണ്. എന്ന് പറഞ്ഞാല് നമുക്കൊരു ദിവസമുണ്ട്, 24 മണിക്കൂറുണ്ട്, 8 മണിക്കൂർ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോണം. ബാക്കിയുള്ള സമയം നമ്മുടെ വീട്ടിലെ ജോലികളും കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ടൈം മാനേജ്മെന്റിൽ ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഇരിക്കാം, വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വെരി ഏർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏർജന്റ്, ഭയങ്കര പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി. നമുക്കിപ്പോൾ ഒരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ വേണമെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതിയിടാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഏർജന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്നാണ് പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പൊ അത് ഇന്ന് തന്നെ അത് ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്ത നമ്മുടെ എന്തെങ്കിലും ചില അപ്പോയിന്റ്മെന്റോ അസൈൻമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അതിന് ചെയ്തു തീർക്കണം. അതിനൊരു ടാർഗറ്റ് വെക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവില്ലാതെ നടത്തിക്കൊള്ളൂ അങ്ങനെയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ് സദൃശ്യമാക്കി 3:5 പറയുന്നത്. ഉപയോഗിക്കരുതെന്നല്ല. നമ്മുടെ സ്വന്തം വിവേകം നമുക്ക് പിശാച് തന്നെയല്ല, കർത്താവ് തന്നതാണ്. അപ്പൊ നമ്മുടെ സ്വന്തം വിവേകം നമുക്ക് ഉപയോഗിക്കണം. വി ഹാവ് ടു യൂസ് അവർ കോമൺ സെൻസ് ആൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ്, ബട്ട് വി ഷുഡ് നോട്ട് ലീൻ ഓൺ ദാറ്റ്. നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. ആശ്രയം കർത്താവില്ല, പക്ഷെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്കൊരു ബുദ്ധിയും വിവേകവും കോമൺ സെൻസ്, സാമാന്യ ബോധവും വിവേകവും ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പിശാച് പറയും എന്താ ദേവാലയത്തിന് മുകളിൽ തന്നെ ചാടിക്കൂ. കർത്താവ് പറയും ഇവിടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, താഴോട്ട് പോയി ചാടുന്ന ഇവിടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, സ്റ്റെപ്സ് ഉപയോഗിച്ചാൽ പോലെ നീ എന്തതിന് എന്നെ ഇതിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവം ചില സാമാന്യമായിട്ടുള്ള ബോധവും ബുദ്ധിയും വിവേകവും ഒക്കെ നമുക്ക് ദൈവം ഉപയോഗിക്കാൻ തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നു, മുൻഗണനാ ക്രമത്തിൽ എഴുതുന്നു. ആദ്യം വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടന്റ് ആദ്യം ചെയ്യുന്നു, പിന്നെ വെരി ഏർജന്റ് പക്ഷെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ ചെയ്യുന്നു. ഏർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷെ മറ്റേത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് പിന്നീട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു. കിട്ടിയല്ലോ? വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടന്റ്,
വെരി ഏർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലെസ് ഏർജന്റ്, അത്ര ഏർജന്റ് ആയിട്ട് ചെയ്യേണ്ടതില്ല, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ പിന്നെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു. പിന്നെ ലെസ് ഏർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്. കിട്ടിയോ? വെരി ഏർജന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, പിന്നെ വെരി ഏർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, ആ പിന്നെ ലെസ് ഏർജന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, പിന്നെ അവസാനം ലെസ് ഏർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് തീർത്താൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത മേ ബി അങ്ങനെ ഒരു ക്രോസ് ഇട്ടിട്ട് ഇങ്ങനെ ഈ 4 കോളമായിട്ട് എഴുതി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കണമെങ്കിൽ നമുക്ക് ക്രോസ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിമ്പിൾ ആണല്ലോ. ആ ക്രോസിലാണല്ലോ നമ്മുടെ കർത്താവ് നമുക്ക് ഇവിടെ മരിച്ച്. അപ്പൊ അങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് ഈ വെരി അർജന്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ വെരി അർജന്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ ഈ 4 കോളമായിട്ട് എഴുതി വേണമെങ്കിൽ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഒരു ചെയ്തൊക്കെ വേണമെങ്കിൽ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത് ടൈം ഷെഡ്യൂൾ, ഷോർട്ട് ടാർഗറ്റ്സ് അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ ശരിയാണ്, ചില ദിവസം നമുക്ക് ഇത്ര പേരെ ഫോൺ വിളിക്കാനുണ്ട്, ഇത്ര പേരോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ഇത്ര പേരോട് ഇത്ര ജോലി ചെയ്ത് തീർക്കാനുണ്ട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ട്, ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് എഴുതി വെച്ച്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കടയ്ക്ക് പോവുകയാണ്, എല്ലാം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ, പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെന്റ് റിലീസ് ഉണ്ടാവും. കർത്താവേ, അവിടുന്ന് എനിക്ക് ചെയ്യുവാൻ തന്ന വേല തികച്ചിരിക്കുന്നു, ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് എവിടെ പറയുന്നത്? യേശു കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിലെ യോഹന്നാൻ 17:4 വാക്യം എന്താ പറയുന്നത്? യോഹന്നാൻ 17:4, Father, I have glorified your name, having accomplished the work that you have given me. കർത്താവ് തന്റെ ജീവിതാവസാനം, ഇഹലോക ജീവിതാവസാനം പറയുക, അവിടുന്ന് എനിക്ക് തന്ന വേല തികച്ച് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തിയിരിക്കും. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ വേലകൾ ഓരോ ദിവസം നമ്മൾ തികയ്ക്കുമ്പോൾ നമ്മൾ ആരെ മഹത്വപ്പെടുത്തുന്നേ? കർത്താവിനെ മഹത്വപ്പെടുത്തുക ചെയ്യും. അപ്പൊ അത് നമുക്ക് ഒരു സന്തോഷവും സംതൃപ്തി, നല്ല ഓട്ടം കൂടി, ഓട്ടം തികച്ചും നമ്മുടെ ജീവിതാവസാനം മാത്രമല്ല, ഓരോ ദിവസത്തിന്റെ അവസാനം അത് പറയാം. ഓരോ ദിവസത്തിന്റെ അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കി എന്തെല്ലാം ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും, നന്ദി കർത്താവ്, നന്ദി. ചിലത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല, കർത്താവ് നാളത്തേക്ക് അത് എത്രയും പെട്ടെന്ന് ഇത്ര സമയത്തിനുള്ളത് ചെയ്തു തീർക്കാനായിട്ട് എന്നെ സഹായിക്കാം. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ മാറിയല്ലോ. റിഡീം ദ ടൈം ഫോർ ദ ഡേയ്സ് ആർ ഈവിൾ. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക, ഇത് ദുഷ്കാലമാകയാൽ. എഫേസർ 5:16 വാക്യം. എഫേസർ 5:16. ഇത് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്നാണ് തോന്നുന്നത് സത്യവേദ പുസ്തകത്തിലെ. അതിന്റെ KJV-യിലും LKJV-യിലൊക്കെ എക്സാഗ്രോസ്, റിഡീം യുവർ ടൈം എന്നാ പറയുന്നത്. എക്സാഗ്രോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. റിഡീം എന്ന് പറഞ്ഞാല് വീണ്ടെടുക്കുക, സമയത്ത് വീണ്ടെടുക്കാനാണ് പറയുന്നത്. നമ്മുടെ സമയം സാത്താന് ഈ ലോക വ്യവസ്ഥയിലൂടെ, നമ്മുടെ ജഡത്തിലൂടെ നമ്മുടെ സമയത്തെ ഇങ്ങനെ ബന്ധിച്ച് വെച്ചേക്കുക. നമ്മള് ഒരു ശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവവചനമാകുന്ന വാളുകൊണ്ട് ആ സാത്താന്റെ ചങ്ങലകളൊക്കെ അറുത്ത് ഈ സമയത്തെ കർത്താവിനായിട്ട് വീണ്ടെടുത്ത് കർത്താവിനായിട്ട് ഉപയോഗിക്കണം. സങ്കീർത്തനം, മോശ എഴുതിയ സങ്കീർത്തനം ഏതാ? 90-ാം സങ്കീർത്തനത്തില് മോശ പറയുന്ന വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 90-ാം സങ്കീർത്തനത്തിന് 12 എന്റെ ഓർമ്മ, 12 11 എന്ന് നോക്കട്ടെ. ജ്ഞാനത്തോടെയുള്ള ഒരു ഹൃദയത്തെ എന്റെ നാളുകളെ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നത്. അതെ, 90-ാം സങ്കീർത്തനത്തിന്റെ that I may present a heart of wisdom. അതെ, 12-ാമത്തെ വാക്യമാണ്. ടീച്ചേഴ്സ് ടു നമ്പർ അവർ ഡേയ്സ്. 90-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അധികം സമയമൊന്നുമില്ല, നാളുകളെ എണ്ണാൻ സഹായിക്കണം. ഇപ്പൊ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഒത്തിരി സമയം കളയാനൊന്നുമില്ല. ഓരോ കാര്യം ഓരോ ദിവസവും അവർ ചെയ്യാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. നാളുകളെ എണ്ണാൻ എന്നെ സഹായിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ജ്ഞാനത്തോടെ ഒരു ഹൃദയമായിട്ട് കർത്താവിന്റെ മുമ്പാകെ ഒരു നാളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അടുത്തത് ഓക്സിറ്റോസിൻ, ഫാമിലി, ഗുഡ് ഫ്രണ്ട്സ്. നമ്മള് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഹാപ്പി ഹോർമോണാണ്. 3 ഹാപ്പി ഹോർമോൺ കണ്ടില്ലേ? സെറട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ. ഇപ്പൊ അടുത്ത സ്ലൈഡിൽ എൻഡോർഫിനും കൂടെ വരും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ അല്ലെങ്കിൽ കടിൽ ഹോർമോൺ എന്നൊക്കെ പറയുന്നത്. വെച്ചാൽ നമ്മളിപ്പോ കൊച്ചു കുഞ്ഞുങ്ങളെ, ഇപ്പൊ ഞാൻ എന്തിനാ പറയുന്നത്, എന്റെ ഇളയ മോളെ ഓക്സിറ്റോസിൻ കൊക്കുള്ളൂ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാല് കുഞ്ഞിനെ നമ്മളങ്ങ് എടുക്കുകയും ലാളിക്കുകയും തലോടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആവും. ഇവൻ എന്റെ അച്ഛൻ, അതായത് കുഞ്ഞിന്റെ അപ്പൂപ്പൻ പറഞ്ഞ ഞങ്ങളുടെ സ്ട്രെസ് ബസ്റ്ററാണ് ഇങ്ങനെ പ്രാർത്ഥന കുക്കുടും. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ കണ്ടു കാണാൻ ആദ്യം ഇവിടെ വന്നവര് പാടിയപ്പം. അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ താലോലിക്കും. ഈവൻ നമ്മള് ഭാര്യഭർത്തൃ ബന്ധത്തിലുള്ള കാര്യങ്ങളാവട്ടെ,
പിന്നെ സുഹൃത്തുക്കളെ നമ്മളെ ഒരുമിച്ച് നമ്മൾ കൈകോർത്തിരിക്കുമ്പോഴാവട്ടെ, എസ്പെഷ്യലി നമ്മൾ കുഞ്ഞുങ്ങളെ അതുപോലെ താലോലിക്കുകയും മോളുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ ഓക്സിറ്റോസിൻ റിലീസ് ആവും, കടൽ ഹോർമോൺ എന്ന് പറയും. വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തില് കുറച്ചുകൂടി ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവം നമ്മളെ അതായത് തന്നെ ഗ്ലൂളാന്ന് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് നല്ല ഇങ്ങനെ ഇങ്ങനെ വളരെ തൊട്ടാല് വളരെ മാർദ്ദവത്തോടല്ലേ അവരുടെ ആ ഒരു ശരീരങ്ങൾ നമ്മളെയൊക്കെ തൊട്ട ഈ എല്ലൊക്കെ കൊണ്ടുവരും. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ദൈവം അതുപോലെ സൃഷ്ടിച്ചേക്കുന്നത് എന്തിനാ? ആ ഒരു അമ്മമാർക്ക് നമ്മളെ അമ്മയും അച്ഛനും ഒക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അപ്പൂപ്പനും അമ്മമാരും കൊച്ചുമക്കളെയൊക്കെ ലാളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നില്ല, മക്കളും കുഞ്ഞുങ്ങളെ അതിൻ്റെതായ പരിധിയിൽ നമ്മള് അവരെ ടച്ച് ചെയ്യും, എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊടുക്കുകയും തോളത്തായിട്ട് ഉത്സാഹിപ്പിക്കുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ഉണ്ടാവും. അതൊക്കെ സ്ട്രെസ് മാനേജ്മെന്റ് കാര്യം പറഞ്ഞായിരുന്നു. അടുത്തത് ഞാൻ ഉടനെ തന്നെ തീർക്കാം. എൻഡോർഫിൻസ്. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ബിഹേവിയറലി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ബിഹേവിയറിൽ ചെയ്യേണ്ട കാര്യത്തിൽ സൈക്കോളജിക്കൽ ബേസ് ഇത്രയും നേരം മനസ്സിന്റെ ഇതിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. ഇനി ബിഹേവിയറിൽ തന്നെ ശാരീരികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. എന്താ? എക്സസൈസും ഡയറ്റും. എക്സസൈസ് എന്ന് പറയുമ്പോൾ ആരോഗ്യത്തോടെ ആയിരിക്കണമെങ്കിൽ എന്താ എക്സസൈസ്. അപ്പം ഇന്ന് പണ്ടൊക്കെ ആണെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ കൊച്ചുങ്ങളോട് നീ കളിയൊന്നും നിർത്തിയിട്ട് വീട്ടിൽ പോകാന്ന് പറയണം. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും മൊബൈൽ ഫോൺ കൊണ്ടിരിക്കുക, നീ എങ്ങനെയെങ്കിലും വെളിയിൽ പോയി ഓടി വന്ന് കളിക്ക് പോകാൻ എന്ന് പറയേണ്ട ഗതികേടാണ് മാതാപിതാക്കൾക്ക് അല്ലേ. എന്ന് പറഞ്ഞാല് എല്ലാവരും വന്നിട്ട് അടഞ്ഞു കൂടി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് എല്ലാ ദിവസവും 1-2 മണിക്കൂറൊക്കെ, എസ്പെഷ്യലി വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ 1-2 മണിക്കൂർ നിങ്ങൾ ഓടാനും ചാടാനും കളിക്കാനും കായിക വിനോദങ്ങള് ഒന്നുമില്ലേ നമ്മുടെ ഓഫ്കോഴ്സ് പ്രായമായിട്ടുള്ളവർക്ക് നമുക്ക് നടക്കാം, അല്ലെങ്കിൽ ചെറിയ പോച്ച എത്താം, ചെടി നടാം, അല്ലെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് അടുക്കളയിലെ വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിന് റിലാക്സ് ആയിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യായാമം ഒരു 45 മിനിറ്റെങ്കിലും എല്ലാ ദിവസമൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്. 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അതുകൊണ്ട് എക്സസീവായിട്ട് പോയി അതുപോലെ രീതിയിൽ പോകണമെന്നല്ല, എന്നാൽ ഒരു പരിധിയിൽ ഒരു 45 മണിക്കൂർ നമ്മളുടെ ശാരീരിക ക്ഷമതയൊക്കെ അനുസരിച്ച്. അപ്പൊ അത് സൂര്യപ്രകാശത്തിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി, നട്ടുച്ച വെയിലത്ത് ചെയ്യണമെന്നല്ല, അത് അൾട്രാവയലറ്റ് രശ്മികളൊക്കെ വരും. പക്ഷെ ഇളം വെയിൽ കൊണ്ടാൽ ഇളവന് കിളവനാകും എന്ന് പറഞ്ഞാൽ ഇളവൻ പെട്ടെന്ന് കിളവനാവുന്നില്ല, കിളവനാവുന്നവരെ ജീവിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. വൈറ്റമിൻ ഡി നമ്മുടെ മൂഡ് സ്റ്റേറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും ഡിപ്രഷൻ ആയിട്ട് വരുന്നവർക്ക് ഞങ്ങൾ വൈറ്റമിൻ ഡി ലെവൽസ്, B12 ലെവലും ഒക്കെ ചെയ്യാൻ പറയും. അപ്പൊ അവർക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പൊ അതൊക്കെ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ സപ്ലിമെന്റ് അതിന്റെ കൂടെ തന്നെ ബാക്കി മെഡിസിൻസ് കൊടുക്കും. അപ്പം സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ എൻഡോർഫിൻ റിലീസ് ഉണ്ടാവും. നമുക്ക് തന്നെ നമ്മൾ കുറച്ച് നടന്നിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറച്ചൊന്ന് ഷട്ടിൽ കളിക്കോ എന്തെങ്കിലും ഒന്ന് വ്യായാമമൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് മനസ്സ് ഫ്രീ ആയിട്ടുള്ള തോന്നും അല്ലേ. അപ്പൊ അതൊരു വ്യായാമമാണ്. അത് നമ്മുടെ എൻഡോർഫിൻ റിലീസ്. അതിന് ഡയറ്റ് നമ്മൾ കാണുന്നെല്ലാം വാരി കഴിച്ച് ഒത്തിരി മധുരവും ഒത്തിരി വറുത്തതും പൊരിച്ചതും ജങ്ക് ഫുഡും ഒത്തിരി ചോറും എല്ലാം കൂടെ കഴിച്ച് പെട്ടെന്ന് അങ്ങ് അങ്ങോട്ട് മുകളിലോട്ട് തന്നെ പോവാം രക്ഷിക്കപ്പെട്ടാണെങ്കിൽ, രക്ഷ നിലനിൽക്കുവാണെങ്കിൽ. പക്ഷെ ചിലപ്പോൾ കർത്താവ് പറയും നീ സമയത്തിന് മുമ്പ് ഇങ്ങനെ വന്നല്ലോ, ഞാൻ കുറച്ചുകൂടെ നാളെ നിനക്ക് വേണ്ടി നിയമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നീ എല്ലാം കഴിച്ച് പെട്ടെന്ന് ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടെ ഒക്കെ ആയി പെട്ടെന്ന് തട്ടിപ്പോയല്ലോ എന്ന് പറയാനിട വരുന്നുണ്ട്. അപ്പം ദൈവം നമുക്ക് ശരിയാണ്, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആയുസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആരോഗ്യകരമായിട്ട് നമ്മളുടെ ഫുഡ് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നു, ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിവതും കൂടുതൽ കഴിക്കാനും, ചോറിന്റെ അളവൊക്കെ കുറയ്ക്കാനും, മധുരപലഹാരങ്ങളും അതൊക്കെ കഴിക്കാം. അതൊന്നും വേണ്ടെന്നല്ല. ഓഫ്കോഴ്സ് അതിന്റെ ഷുഗർ ഉള്ളവർക്കൊക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ആണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് കഴിക്കാം. പക്ഷെ ഒന്നിനും അഡിക്റ്റഡ് ആയിട്ട് ഒന്ന് എക്സസീവ് ആയിട്ട് എപ്പോഴും ഒന്ന് ബേക്കറി, എപ്പോഴും ഒന്ന് പുറത്തു നിന്നുള്ള ഭയങ്കര ജങ്ക് ഫുഡ്, അത് ഭയങ്കര ഹൈ കാലറി ഡയറ്റുകളൊക്കെ ചെയ്യാതെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും മെഡിസിൻസോ എന്തെങ്കിലുമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയുള്ള എന്തെങ്കിലും മനസ്സിന്റെ സ്ട്രെസ് മാനേജ്മെന്റ് എന്തെങ്കിലും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും സഹായിക്കും. ഇപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ്, ഫിയർ ഓഫ് ഫെയിലിയർ. ചില ചോദ്യങ്ങൾ പെട്ടെന്ന് ഞാൻ വായിക്കുവാണെങ്കിൽ 2 മിനിറ്റ് വേണ്ട. ഫിയർ ഓഫ് ഫെയിലിയർ, ലൈക്ക് ഫിയർ ഓഫ് ഹൗ ഫ്യൂച്ചർ ഞാൻ എന്തെങ്കിലും പരാജയപ്പെടുവോ. അത് ഞാൻ മുമ്പേ പറഞ്ഞ നെഗറ്റീവ് ചിന്തകളിൽ വരുന്ന കാര്യമാണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു അല്ലേ. നെഗറ്റീവ് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ടു ക്രൈസ്റ്റ് സ്ട്രെങ്തൻസ് എന്നെ സഹായിച്ചു. ശരി, ചിലപ്പോൾ നമ്മൾ തോറ്റു പോവുമായിരിക്കും.
ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വീഴാതെ നടന്നിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങള് നടക്കാൻ നടന്ന് ശീലിക്കുന്ന നമ്മളെടുക്കാൻ എല്ലാവരും അറിയാം. ഒന്ന് എഴുന്നേറ്റിരിക്കും, ടപ്പോന്ന് പറഞ്ഞ് വീഴും. കുറച്ചുകൂടെ എഴുന്നേക്കും, ടപ്പോന്ന് പറഞ്ഞ് വീഴും. എത്ര തവണ വീണിട്ട് നമ്മളെല്ലാം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നമുക്കറിയത്തില്ല, നമ്മുടെ അമ്മമാരോട് ചോദിച്ചാൽ അവർക്ക് ഇപ്പൊ ഓർമ്മ കാണത്തില്ല. പക്ഷെ ഇപ്പം നടന്ന് പഠിക്കുന്ന ഇപ്പൊ 10 മാസം 12 മാസം ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിക്കുന്ന നമ്മൾ നോക്കണം, എത്ര വീഴ്ചകളാണ്. പക്ഷെ വീഴ്ചകളിലൂടെ വിജയത്തിലേക്ക് എന്നുവെച്ചാൽ അവരിൽ ഒരു ഫിസിക്കൽ ലൈഫ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ശാരീരിക ജീവനുണ്ട്. അതുകൊണ്ട് വീണാലും അവർക്ക് എഴുന്നേറ്റ് നടക്കണം. നമ്മൾ ആരെങ്കിലും നീ നടന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്തിട്ടില്ല. കുഞ്ഞിനെ നടക്കണം എന്ന് അതിന്റെ ഉള്ളിൽ തന്നെ. അതിന് ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് അതിന് കമന്ന് വീഴണം. അല്ലെങ്കിൽ 8 മാസം ആകുമ്പോഴത്തേക്ക് ഒന്ന് പിടിക്കാതെ ഇരിക്കണം. ഉം. അല്ലെങ്കിൽ ഒരു 10 മാസം 1 വയസ്സാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നടക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓടണം. കുഞ്ഞിന് തന്നെ അതിന്റെ ശാരീരിക ജീവൻ, അതിന്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ജീവൻ തന്നെ അതിനെ സഹായിക്കുന്നു. പറഞ്ഞ പോലെ നമുക്ക് ദൈവം ഒരു ആത്മീയ ജീവൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളിലോ ഒക്കെ നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു മനുഷ്യൻ പറഞ്ഞ ഫെയിലിയർ ഇസ് എ സക്സസ് ഇഫ് യു ലേൺ ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞാല് ഏതൊരു പരാജയവും ഒരു വിജയമാണ്. അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളുവാണെങ്കിൽ, അതിനൊരു പാഠം ഉൾക്കൊണ്ട് ആ പരാജയങ്ങളിൽ ഒരു പാഠം ഉൾക്കൊണ്ട് പരാജയം വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട്, ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയും. നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി കുറച്ച് ചവിട്ടുപടി ഉണ്ടായിരുന്നു. പടിയില്ലാതെ നമ്മൾ ഇന്ത്യ പിടിച്ച് അല്ലാതെ കയറി വരുന്ന ഈ അപ്പന്മാർക്കൊന്നും പറ്റത്തില്ലായിരുന്നു, അല്ലേ? ചവിട്ടുപടി ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് കയറി വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫെയിലർ ഉണ്ട്, പല പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അതിന് മേലെ നമ്മൾ കയറി നിൽക്കണം. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായാലും അവിടെ എല്ലാം കർത്താവിനെ നമ്മളെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മ നിറഞ്ഞ് അതിന് മേലെ അത് ഓവർകം ചെയ്ത് കർത്താവിനെ സഹായിക്കും. പരുന്തുകള് പ്രതികൂല കാറ്റിനെയും അത് യൂട്ടിലൈസ് ചെയ്യും. ബാക്കി എല്ലാ പക്ഷികളും വലിയ കൊടുങ്കാലൊക്കെ വരുമ്പോഴത്തേക്കും ഒളിച്ചിരിക്കും. പരുന്തും കഴുകനും ഒക്കെ എന്ത് ചെയ്യുന്നറിയോ? പ്രതികൂല കാറ്റ് വരുമ്പോഴത്തേക്കും അവരുടെ വിങ്സ്, അവരുടെ ചിറകുകള് ഒരു പ്രത്യേക രീതിയിൽ അവരിങ്ങനെ അലൈൻ ചെയ്ത് ആ കാറ്റും കൂടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, കാറ്റിന്റെ എനർജിയും കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ കൂടുതൽ ഉയർത്തി പറഞ്ഞു. അതാ വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് റോമർ 8:38-39 നമ്മൾ ജയാളികളാണ്, ക്രിസ്തുവില് അത്യന്തം ജയാളികളാണ്. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്, നമ്മൾ ജയാളികളാണ്, എന്നാൽ അത്യന്തം ജയാളികളാണ്. ഞാൻ ആ സത്യവേദ പുസ്തകത്തിലെ പരിഭാഷ നോക്കിയിട്ട് റോമർ 8 നമ്മളിപ്പം പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ മോർ ദാൻ കോൺഗ്രസ്, ഓവർവെൽമിംഗ്ലി കോൺഗ്രസ് 37ാമത്തെ വാക്യമാണ്. നാമോ നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ജയം പ്രാപിക്കുന്നില്ല, പൂർണ്ണ ജയം പ്രാപിക്കുന്ന എങ്ങനെയാ? ഓവർവെൽമിംഗ്ലി കോങ്കർ എന്ന് പറഞ്ഞാല് ഹൈപ്പർ നിക്കാവോ എന്നുള്ള ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിക്കും. നിക്കാവോ എന്ന് വെച്ചാൽ നിക്കാമോ എന്ന് ചോദിക്കുമല്ല. നിക്കാവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈക്കി ഷൂസ് ഒക്കെ കേട്ടിട്ടില്ലേ? നൈക്കി എന്ന് പറഞ്ഞാൽ വിജയം, വിക്ടറി. നിക്കോൾസ് എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ വാക്ക് ഹൈപ്പർ, ഗ്രീക്കിലല്ലേ പുതിയ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഹൈപ്പർ നിക്കാവോ എന്ന് പറഞ്ഞാല് ജയിക്കുമല്ല, പൂർണ്ണ ജയം എന്ന് പറഞ്ഞാല് നമ്മൾ ജയിക്കുന്നു, പക്ഷെ പ്രതികൂലങ്ങൾ വരുമ്പോ അതിന്റെ മേലെ നമ്മൾ കയറി നിൽക്കുന്നു. അത് ഓവർവെൽമിംഗ്ലി കോങ്കർ. ഈ കഴുകനും പരുന്തും ഒക്കെ ചിറക് അലൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിറക് നമ്മൾ എങ്ങനെ അലൈൻ ചെയ്തേ? നമ്മളെ തന്നെ ദൈവഭാഗ്യം 0 ആയിട്ട് താഴ്ത്തി ഏൽപ്പിക്കുക, പരിശുദ്ധാത്മാവ് നിറയിടാനായിട്ട് നമ്മളെ തന്നെ അങ്ങ് തുറന്നു കൊടുക്കുക. അപ്പം ദൈവം നമുക്ക് അങ്ങനെ നമ്മൾ അലൈൻ ചെയ്യുന്നത്. അപ്പൊ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ആ ഒരു വലിയൊരു ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ഈ പ്രതികൂലങ്ങൾക്ക് അതുകൊണ്ട് പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭയം നമുക്ക് വേണ്ട. പരാജയപ്പെട്ടാലും ദൈവം അറിയാതെ അനുവദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. ദൈവം എല്ലാം നന്മകേട്ടാക്കി യാതൊരുപ്പിക്കും. പിന്നെ 4ാമത്തെ ചോദ്യം, പേരൻസ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ്. അത് ഞാൻ പെട്ടെന്ന് ഒരു 5 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. 5 കാര്യങ്ങള് കുട്ടികൾ, മാതാപിതാക്കളും കുട്ടികളുടെ ബന്ധത്തില് 5 കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് 2 കാര്യങ്ങൾ മറക്കാൻ സാധ്യതയുള്ളവർക്ക് 2 കാര്യം പറയാം. കുറച്ചുകൂടെ നോർത്തിരിക്കുകയാണെങ്കിൽ 5 കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങള് നെഗറ്റീവായിട്ടുള്ള ചില ദുസ്വഭാവങ്ങൾ, അവരുടെ അനുസരണക്കേടോ ദുസ്വഭാവങ്ങളോ ഇല്ലാത്ത സമയത്തെല്ലാം, അവർക്ക് നെഗറ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഇല്ലാത്ത സമയത്തെല്ലാം അവർക്ക് ഒത്തിരി എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യത്തൊക്കെ വേണം. ഞാൻ മുമ്പ് പറഞ്ഞു, കടൽ ഹോർമോൺസ്, ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ കൊടുക്കുക. അവരെ നമ്മുടെ കൂട്ടുകാരാക്കുക. അവരെ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അതുപോലെ ഒരു നല്ലൊരു എല്ലാം റിലേഷൻഷിപ്പ്, ദൃഢമായ ബന്ധം. ചില വീട്ടില് അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ തന്നെ പിള്ളേർക്ക് പേടിയാ. എന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കര ഗൗരവം, അമ്മ പിന്നെ ഭയങ്കര വലിയ മിണ്ടാട്ടമൊന്നുമില്ല, അവർക്കൊന്നിനും സമയമില്ല. അവസാനം കൊച്ചുങ്ങൾ വളർന്നു വരുമ്പോൾ കൊച്ചുങ്ങൾ പറയും എനിക്ക് നിങ്ങൾക്ക് സമയമില്ല.
ഞാൻ സമയം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സമയമില്ലായിരുന്നില്ല, ഇപ്പൊ എനിക്കിപ്പോ ബിസിയാണ്, നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ എനിക്ക് സമയമില്ല, കുഞ്ഞുങ്ങളെ പറയാം. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരെ ഒത്തിരി സ്നേഹിക്കുകയും, അപ്പൊ അവരുടെ ആ ഒരു എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഉള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അത് അടുത്ത വഴി, എന്റെ രണ്ടാമത്തെ പോയിന്റ്. പക്ഷേ ഒന്നാമത്തെ പേര് പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ആണെങ്കിൽ അനുസരണക്കേടോ അല്ലെങ്കിൽ വേണ്ടാത്ത സ്വഭാവങ്ങളും കാണിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി സ്നേഹവും മനസ്സിന് കൊടുക്കുക. പലപ്പോഴും പല മാതാപിതാക്കളും കൊച്ചുങ്ങളെ ശ്രദ്ധിക്കുന്നതിന് അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴാണ്. അത് തന്നെ മൈൻഡ് ചെയ്യത്തില്ല. കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഈ ഓമന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൊച്ചിന്റെ വേറെ ശ്രദ്ധ കിട്ടണമെങ്കിൽ കുരുത്തക്കേട് കാണിക്കണം. അപ്പൊ അത് പിന്നെ കൂടുതൽ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? കുരുത്തക്കേട് കാണിക്കുമ്പോഴല്ല ശ്രദ്ധിക്കണ്ടേ, കുരുത്തക്കേട് കാണിക്കാതിരിക്കുമ്പോൾ ഒത്തിരി സ്നേഹവും മത്സരവും ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് അഭിനന്ദിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അവർക്ക് നല്ലൊരു മാതൃകയായിട്ട് മാതാപിതാക്കൾ തന്നെ എന്റെ മോനും മോക്കും പറയാൻ അനുകരിക്കാൻ പറ്റുന്ന മാതൃകകളായിരിക്കണം ഞങ്ങൾ എന്ന് ഓരോ മാതാവും പിതാവും വിചാരിക്കണം. ചിലരാണെങ്കിൽ കൊച്ചുങ്ങളെ ചീത്ത വാക്ക് പറയുന്നത് എവിടുന്നാ പഠിച്ചേ? ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ദേഷ്യത്തിന്റെ വാക്കുകളായിരിക്കും, ചിലപ്പോൾ അമ്മ അച്ഛനെ പറയുന്നതായിരിക്കും കൊച്ചു പഠിച്ചേക്കുന്നത്. അമ്മ അപ്പനെ കീഴടങ്ങുന്നില്ല, അപ്പൊ പിന്നെ കുഞ്ഞുങ്ങൾ എങ്ങനെ അമ്മയ്ക്കും അച്ഛനും കീഴടങ്ങും? അവര് അമ്മ അപ്പന് കീഴടങ്ങുന്നത് കാണുകയും അപ്പൻ അമ്മയെ അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അതിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മാതൃക എഫേസ്യർ 5-ാം അധ്യായത്തിൽ, 1 പത്രോസ് 3-ാം അധ്യായത്തിൽ, കൊളോസ്യർ 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ഭർത്താക്കന്മാരെ ഭാര്യമാര് നിങ്ങളുടെ സ്വന്തം ശരീരം എന്നുള്ള സ്നേഹിക്കുകയും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അങ്ങനെ ഒരു പരസ്പര സ്നേഹവും കീഴടങ്ങലും ഒക്കെ ഉള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അതാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വത്ത്. നമ്മുടെ എത്ര കണക്കിന് സ്വത്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും നല്ലൊരു ഭാര്യ, മാതൃകയായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവായിട്ട്. ചിലപ്പോൾ ശരിയാണ്, ചിലരുടെ ഭാര്യയോ ഭർത്താവോ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മരിച്ചുപോയവർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് വിശ്വാസത്തിലേക്ക് വന്നിട്ടും വേണ്ടവണ്ണം ഒരു മാതൃക ഇല്ലാത്തവർ കാണാം. പക്ഷെ നിങ്ങൾ ആരാണോ, ഭാര്യയാണോ ഭർത്താവാണോ ആരായാലും നമ്മളൊരു മാതൃകയായിരിക്കും. പിന്നെ ബാക്കി ദൈവം നോക്കിക്കോളാം. അവർ നല്ല മാതൃകയായിട്ട് അവർക്കൊരു മുൻഗാമിയായിട്ട് അവർക്ക് ഒത്തിരി സ്നേഹവും വാത്സല്യവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരോടൊരു നല്ല സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ ഒരു നല്ല ബ്ലാക്ക് ബോർഡ് ഉണ്ടെങ്കിൽ ചോക്ക് പീസ് വെച്ച് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. ബ്ലാക്ക് ബോർഡാണ് ഈ പറഞ്ഞ എത്രയും നല്ല സ്നേഹബന്ധം. രണ്ടാമത്തെ കാര്യം, രണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ലേ മാതാപിതാക്കളുടെ ബന്ധത്തില്. രണ്ടാമത്തെ കാര്യം, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കർക്കശമായിട്ട് കൊച്ചുനാൾ മുതലേ നോ, തിരുത്തുക. അവര് നാച്ചുറലായിട്ട് അങ്ങ് വളർന്നോളും എന്ന് പറഞ്ഞാൽ ആരും പറയുന്നത് നാച്ചുറലായിട്ട് നായ പോലെ വളർന്നോളും, അങ്ങനെ വിടരുത്. അവര് നാച്ചുറലായിട്ട് വളരാൻ നിന്നാൽ അവർ ഒത്തിരി വേണ്ടാതീനങ്ങളായിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം, നാച്ചുറലായിട്ട് അങ്ങ് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ സിറ്റി കയറി ഇരുന്നാൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് ചിലപ്പോൾ ആള് കാണത്തില്ല. നമ്മൾ ബാക്കി സ്കൂളിൽ നമുക്ക് അക്ഷരം പഠിക്കണം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുവാണ്, നമ്മൾ സ്കൂളിൽ പോയി പഠിക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ലതും ചെയ്തതും പറഞ്ഞു കൊടുക്കും മുന്നേ അത് അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കരുത്, ദേഷ്യപ്പെടരുത്, കള്ളം പറയരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, പറഞ്ഞ അനുസരിക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആ തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കണം. സ്ട്രോങ് ആയിട്ട് കൊച്ചുനാളില് തിരുത്തണം. തിരുത്തിയിട്ട് അവരനുസരിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ അങ്ങ് മൈൻഡ് ചെയ്യാതിരുന്നാൽ തന്നെ അവരങ്ങ് നിർത്തിക്കോളും. പിന്നെ കുറച്ച് തിരുത്തൽ വേണ്ട അതാണെങ്കിൽ തിരുത്തണം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു റിപ്പീറ്റീവ് ആണെങ്കിൽ ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ അവിടെ ഒരു വടി ഇരിപ്പുണ്ട് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ടും അതിനെയും മതികളുടെ അനുസരണകളെ അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ദേഷ്യത്തിൽ കുഞ്ഞുങ്ങളെ അടിക്കരുത് ഒരിക്കലും. പക്ഷെ നമ്മള് മുട്ടിന് താഴെ 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളെ പ്രായപൂർത്തി ഉദ്ദേശിച്ച് ഏജ് അറ്റൈൻ ചെയ്ത് മെച്ചൂർ ആവുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ വടി എടുക്കണം എന്ന് എവിടെ സദൃശവാക്യം 22:13 നമ്മൾ വായിക്കുന്നത്. 22:15 തോന്നുന്നല്ലേ ആ ഒരു റോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. സദൃശവാക്യം 22-ാമത്തെ വാക്യത്തില് ബാലനെ അവൻ നടക്കേണ്ടുന്ന വഴിയെ നടത്തണമെന്ന് പറയുന്നേ. അതിന്റെ 15-ാമത്തെ വാക്യത്തില് ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ബാലന്റെ ഹൃദയത്തിൽ ഈ ഭോഷത്വം, ഈ ചീഞ്ചട്ടിയിലൊക്കെ കൈ പറ്റിയിരിക്കുക. അപ്പൊ ഈ ഒരു കോലെടുത്ത് തോണ്ടി എടുക്കത്തില്ല നമ്മൾ കൈ എന്ന് പറയുന്നവണൊക്കെ ശിക്ഷയ്ക്കുള്ള വടി വെച്ച് വേണം ആ ഭോഷത്തെ പറ്റിയിരിക്കുന്ന ഭോഷത്വമൊക്കെ ചുരണ്ടി എടുത്ത് കളയാൻ. വെച്ചാൽ നല്ല അടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പ്രായത്തിൽ വലിയ വിലക്കെടുത്ത് അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ദേഷ്യത്തിലും അടിക്കരുത്. അവരുടെ പ്രായത്തിന് പക്വതയ്ക്ക് അനുസരിച്ച്, കൊച്ചു പിള്ളേരുടെ അതിനനുസരിച്ച് ചെറിയൊരു അവർക്ക് എന്തെങ്കിലും ചെറിയൊരു വേദനയുടെ ഭാഷയായിട്ട് അവർക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അത് എവിടെയെങ്കിലും കയ്യിലും കണ്ണിലും കാതിലും കൊള്ളുന്ന രീതിയിൽ അടിക്കണം എന്നല്ല. അവരുടെ മുട്ടിന് താഴെ എന്തിനാ അടിക്കുന്നത് പറഞ്ഞുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ അടിയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്താൽ
ഉമ്മ കിട്ടും, എന്ത് ചെയ്താൽ അടി കിട്ടും എന്നുള്ള കാര്യം കുഞ്ഞിനെ അറിയാം. അപ്പം പിന്നെ അവർ നല്ല വഴിയിൽ തീർച്ചയായും വരും. അത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ കഴിവില്ല, ദൈവം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ബാന്ധത്വം. അവൻ മുതിർന്നാലും മുതിർന്നാലും അത് വിട്ടുമാറുകയില്ലെന്നാണ് ഇവിടെ വായിക്കുന്നത്. സദൃശവാക്യം 22:6. അത് അത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ, അവരുടെ തോന്നുന്ന വഴിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള വഴിയിൽ നടത്താനല്ല, നടക്കേണ്ടുന്ന ജീവിതത്തിന്റെ വഴിയിൽ നടത്തുക. അപ്പം മുതിർന്നാലും വിട്ടുമാറത്തില്ല. സദൃശവാക്യം 22:6 അതിന്റെ 15-ാമത്തെ വാക്യ ഈ വഴിയുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ രണ്ട് കാര്യം പറയാൻ പറഞ്ഞ് രണ്ട് കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ മൂന്നാമത്തെ കാര്യം, വാശിക്കൊന്നും ഇടം കൊടുക്കരുത്. വാശിക്ക് ഇടം കൊടുത്താൽ വാശി കൂടത്തേ ഉള്ളൂ. നാലാമത്തെ കാര്യം, നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും, അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ വാശി പിടിക്കുമ്പോൾ വാശി പിടിച്ച കാര്യം കൊടുക്കരുത്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള കാര്യം അനുസരിച്ചതിന്റെ പ്രതിഫലമായിട്ട് കൊടുക്കാം. പിന്നെ അഞ്ചാമത്തെ കാര്യം, അവരുടെ മുമ്പിൽ വെച്ച് അവരെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ അതൊരു വിഷാദത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അവർക്ക് ഇതെന്തോ വലിയ സ്മാർട്ടാണെന്ന് വെച്ചാൽ കൂടുതൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് അവർ റിബല്യസ് ആയിട്ടും ഒക്കെ മത്സരത്തിൽ അവർ കൂടുതൽ ആ തെറ്റായ മാർഗങ്ങളുടെ സ്വഭാവമൊക്കെ കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം എന്താ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. LGBT എന്ന കാര്യമൊക്കെ ഇന്ന് നമ്മൾ ടച്ച് ചെയ്തു. സോഷ്യൽ മീഡിയ അതൊരു ലോകത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ യുവാക്കളോട് ഞാൻ കുഞ്ഞുങ്ങളോടും യുവാക്കളോടും ഒക്കെ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒളിച്ചു ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ. പൊതുവായിട്ട് അറിഞ്ഞ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രായത്തിൽ കൊച്ചുങ്ങളെ, യുവാക്കളെ, കൗമാരക്കാര് മാതാപിതാക്കൾ അറിയരുത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് അവിടെ നമ്മുടെ മനസാക്ഷിക്കുത്തുള്ള, അതുകൊണ്ട് അവരറിയരുത് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അതൊക്കെ വിട്ടുമാറാൻ, ചിലപ്പം ചില കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടുമാറാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ 1-to-1 സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നോടോ അല്ലെങ്കിൽ പിന്നീട് എന്റെ നമ്പർ തന്നെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി, ഡോക്ടർ സന്ദീപ് സൈക്കാട്രിസ്റ്റ് കൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എന്റെ നമ്പർ ഉണ്ട്. ഡെൻസിയുടെ എന്റെ നമ്പർ ഉണ്ട്. 8838958232. ഇത്രയേ ഉള്ളൂ. 8838958232. ആർക്കെങ്കിലും അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള പിന്നെ എപ്പോഴെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി വന്നിട്ടുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കൺസൾട്ടേഷൻ കുറച്ച് ക്ലിനിക്കിന്റെ കുറച്ച് നോട്ടീസസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. ഗൂഗിളിൽ തന്നെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി സെർച്ച് ചെയ്ത ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി സെർച്ച് ചെയ്ത എന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ ഗൂഗിൾ മാപ്പിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ആണെങ്കിലും അതിനായിട്ടുള്ള ഹെൽപ്പിന് ഇപ്പോഴല്ല, ഇപ്പൊ നാളെ എപ്പോഴെങ്കിലും ഇനി വേണമെങ്കിലും പിന്നെ ആ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ഇതുപോലെ കുറച്ച് കൗൺസിലിംഗ് വീഡിയോസ് ഒക്കെ അതിനെ ഡിപ്സൊക്കെ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവർക്കും അതൊക്കെ എനിക്ക് പ്രയോജനപ്പെടാൻ ഇടയാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അഡിക്ഷൻസിന്റെ കാര്യം, പോണോഗ്രഫി, അബ്യൂസ് ആൻഡ് ട്രോമയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവിനോട് നന്ദി പറയാം. സ്തുതിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വയ്ക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരു വാക്ക് നന്ദിയോടെ ഞാൻ സ്തുതി കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ഓരോ നന്മയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഞങ്ങൾ കേട്ടല്ലോ. എല്ലാ നന്മകളും കർത്താവേ അത് വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഈ തരുണത്തിലെ കർത്താവേ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ സാധിച്ചത് അവരുടെ വലിയ നന്മയും ദാനവുമാണ്. നന്ദി കർത്താവേ. അവിടുത്തെ ഞങ്ങളെല്ലാം മഹത്വവും നന്ദിയും കരുതുന്നു. അവിടെ മാത്രം വലിയ കർത്താവേ, ഞങ്ങളിന്ന് കേട്ടതെല്ലാം ഞങ്ങളുടെ ഹൃദയപ്രകടനയില് പരിശുദ്ധാത്മാവാകുന്ന അവിടുത്തെ കരുള വെച്ച് അവിടുന്ന് എഴുതി ചേർത്തുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായോഗിക ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലേക്ക് ഞങ്ങളെ കടന്നു പോകുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാക്കി, ഹൃദ്യമാക്കി, നിങ്ങളുടെ അനുഭവമാക്കി, വെളിപ്പാടാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കർത്താവ് വിധിക്കപ്പെട്ട ഓരോ വചനങ്ങളും അത് ഭൂമിയും പരക്കായ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിശാചിന്റെ പറവുകൾ കർത്താവെ അതൊന്നും പൊട്ടി പറഞ്ഞുകൊണ്ട് പോകാൻ ഇടവരുത്തി. കർത്താവെ, വഴിയരികത്ത് വീണത് പോലെ ക്രിസ്തു കേട്ടുകൊണ്ട് പോകാനല്ല, പാറപ്പുറത്ത് വീണതുപോലെ ക്രിസ്തു വൈകാരികമായി ഉണർത്തപ്പെട്ടത് കൊണ്ട് മാത്രവുമല്ല, മുള്ളിനിടയിൽ വീണതുപോലെ കർത്താവെ കുറച്ച് ആഴത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ടുമല്ല, മറിച്ച് നല്ല നിലത്തേക്ക് വീഴത്തക്ക വണ്ണം കർത്താവെ ഞങ്ങളുടെ സ്വന്തം ഹിതത്തെ, സ്വന്തം ഇഷ്ടത്തെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട്, അവിടുത്തെ വചനത്തിനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കാം. ഞങ്ങള് ഇന്ന് കേട്ടതുപോലെ അവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ ആവട്ടെ യേശുവിന്റെ അമ്മയായി മറിയം പറഞ്ഞതുപോലെ, മുമ്പെത്തി പറഞ്ഞതുപോലെ, ഇതാ അടിയൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വചനം പോലെ ഇതിലാകട്ടെ എന്ന് പറഞ്ഞ് തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോ പരിശുദ്ധാത്മാവ്
യേശുവിന്റെ ആ ഭൗതിക ശരീരം മറിയത്തിന്റെ ഉദരത്തിൽ ഒഴിവാക്കിയതുപോലെ ഞങ്ങൾ ഈ വചനത്തിന്, വചനവാകുന്ന കെടാത്ത ബീജത്തിന് കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുവിന്റെ ആത്മീയ ശരീരം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ ഉരുവാകുവാൻ അറിയാവുന്നതാണ്. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ഞങ്ങളെ കേട്ടത് കർത്താവെ ആ സമ്മർദ്ദങ്ങള്, മനസ്സിലെ സമ്മർദ്ദങ്ങള്, അതിജീവിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകള്, പുതുക്കുന്നതിനെ കുറിച്ച്, ഞങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട രൂപമാറ്റങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഗൈഡ് ചെയ്യണം, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളിലുള്ള ആ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവത്തക്കവണ്ണമുള്ള ആ സ്വഭാവ വ്യതിയാനങ്ങള്, കർത്താവെ അതെല്ലാം പേരൻസ്, മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങള്, കർത്താവ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കീഴടങ്ങുവാനുള്ള കാര്യങ്ങള്, കർത്താവെ ബാക്കി പല അഡിക്ഷൻസിലോട്ടൊന്നും പോകാതെ പല ക്യാമ്പസ് പ്രണയങ്ങളും അതുപോലെയൊക്കെയുള്ള പല റിലേഷൻഷിപ്പുകളുടെയൊക്കെ കൊടുക്കലേക്ക് കുഞ്ഞുങ്ങളെ ചിന്തപ്പെടാതെ കർത്താവെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് ഒരു ഹെൽത്തി ഡിസ്റ്റൻസ്, എതിർലിംഗത്തോട് ഒരു ആരോഗ്യമായ അകലം പാലിച്ച് മാന്യമായ വസ്ത്രധാരണത്തോടെ, മാന്യമായ പെരുമാറ്റത്തോടെ ഈ ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. യുവാക്കളെ സഹായിച്ചാട്ടെ, മുതിർന്നവരെ സഹായിച്ചാട്ടെ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനാണ് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണം, വലിയ ആശ്വാസത്താലും നിറയ്ക്കണം, വലിയ സമാധാനത്താലും നിറയ്ക്കണം. ഞങ്ങൾ പറഞ്ഞവരായിട്ടല്ല തിരിച്ചു പോകുന്നതായി വളരെ നിറവോടെ, നന്ദിയോടെ, സന്തോഷത്തോടെ, അവിടുത്തെ മാർവിന്റെ വളരെ സ്വസ്ഥതയോടെ, അവിടുത്തെ മാർവിന്റെ ആ ചൂടും ഉഷ്ണത അനുഭവിച്ചുകൊണ്ട്, അസ്വസ്ഥതയെ സമാധാനം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളെ സഹായിക്കപ്പെടുന്നുള്ള സെഷനും അവിടുത്തെ സഹായിക്കണമേ. കർത്താവേ അവിടുത്തെ പൊരുനാമത്തെ ബോധ്യപ്പെടുത്തണമേ. അവിടുത്തെ രാജ്യത്തെ പണിയണമേ. അവിടുത്തെ നാമത്തെ ബോധ്യപ്പെടുത്തണമേ. അറിയുക അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ നാമം ബോധ്യപ്പെടുന്ന എല്ലാം യേശുക്കാരുടെ വിലയേറിയ മധുരമുള്ള നാമത്തെ ആമേൻ.